ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇന്നത്തെ വിഷു പ്രമാണിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത്. അതും തന്നെ ഇതാ വൈകുന്നേരമായി പടക്കം പൊട്ടിക്കുന്ന തിരക്കാണ്. കുക്കുവും ശ്രീകുട്ടിയും ഞാനും എല്ലാവരും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനിടയ്ക്ക് അമ്മയും അനിയത്തിയും കൂടി കാരയപ്പത്തിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇതാ വെടിവെട്ടുമ്പോഴില്ല ആ എക്സ്പ്രഷൻ കണ്ടോ മണിക്കുട്ടിയിരുതും എല്ലാവരും. അങ്ങോട്ട് വിഷു ചെറുതായിട്ടേ നമ്മളിന്ന് ആഘോഷിക്കുന്നുള്ളൂ. അപ്പം ഒരുപാട് വെടിയൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ വെടി വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മളെ മണിക്കുട്ടി ഉണ്ടോ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ട് പേടിച്ച് ചുരുണ്ട് കൂടി ഇരിക്കുന്നുണ്ട് അവള്. നമ്മൾ അപ്പം ചൂടാനായിട്ട് ഒരുപാട് വൈകിന്. 10-10:30 മണിയാണ്. എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ചൂടാൻ ഇരുന്നിട്ടുള്ളത്. ഞാനെൻ്റെ ആവട്ടനുമാണ് അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നത്. പുറത്ത് ചെറിയൊരു അടുപ്പാക്കിയതാണ് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പുറത്ത് 2-3 കല്ലിട്ടിട്ടില്ലേ, അങ്ങനെ താൽക്കാലികമായിട്ടൊരു അടുപ്പ് കൂട്ടിയിട്ട് അപ്പം ചുടുകയാണ്. അതും വിറകടുപ്പിലാക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് അങ്ങനെ വിറകടുപ്പിൽ അപ്പം ചുടാമെന്ന് വിചാരിച്ചു. ഇതന്നെ നമ്മളെ പുതിയ അടുപ്പാക്കിയത്. അങ്ങനെ ധാരാട്ടൻ കുഴിയിലേക്കെല്ലാം മാവ് കോരി വയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയി ഇല്ല, കണി നിരത്താൻ വേണ്ടിയിട്ട് കുക്കും രാവട്ടനും ഞാനും കൂടിയാണ് കണിയെല്ലാം നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചു. ഇന്നൊരു കൃഷ്ണനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കണി വെക്കേണ്ട ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് വാങ്ങിയ കൃഷ്ണ. അത് കണിച്ചട്ടി, വെള്ളരി, കണി വെള്ളരി, ചക്ക, മാങ്ങ, ധാന്യങ്ങൾ. രാവിലെയായി എല്ലാവരും കണി കണ്ടു. കൈനീട്ടം കൊടുക്കുന്നുണ്ട് രാവട്ടന്. എല്ലാവർക്കും രാവിലെ തന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഇതാ കുക്കുമോൾ വന്നു. കുക്കുവെല്ലാം ഓടേന്ന്. അനിയത്തിയാണത് ഇപ്പോൾ കൈനീട്ടം വാങ്ങിയത്. ഇതാ ഞാൻ വന്നു, കൈനീട്ടം വാങ്ങി. അങ്ങനെ എല്ലാവരുടെ വകയും, അമ്മേരെ വകയും ചേട്ടൻ്റെ വകയും എല്ലാവരുടെ വകയും കൈനീട്ടം കിട്ടി. ഇതെല്ലാ കൊല്ലവും ഉണ്ടാവില്ല കൈനീട്ടം അമ്മ തരുന്നത്. എല്ലാ കൊല്ലവും അമ്മ കൈനീട്ടം തരും, രാവട്ടനും തരും എല്ലാ കൊല്ലവും. പിന്നെ എൻ്റെ വകയുണ്ട് ചെറിയൊരു കൈനീട്ടം.